നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയും, ഇന്ന് വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. ആഗോള ഊർജ വിപണിയുടെ ജീവനാഡിയായ ഈ റൂട്ടിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നത് വാണിജ്യ കപ്പലുകളുടെ, അതായത് കൊമേഴ്ഷ്യൽ ഷിപ്പിംഗിന്റെ യാത്ര അതീവ ദുഷ്കരമാക്കുന്നു. വെറും 4 ദിവസത്തിനുള്ളിൽ ഈ പ്രദേശം നിയന്ത്രണത്തിലാക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാന്റെ നീണ്ട തീരപ്രദേശത്ത് നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഈ സാഹചര്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് വളരെ ലളിതമായി ഒന്ന് പരിശോധിക്കാം. അന്താരാഷ്ട്ര സഖ്യങ്ങൾക്ക് മേഖലയിലെ എല്ലാ കപ്പലുകൾക്കും സുരക്ഷ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അംബ്രല നൽകുവാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും സ്വന്തം വാണിജ്യ കപ്പലുകൾക്ക് സ്വന്തം നാവികസേനയെ കൊണ്ട് സംരക്ഷണം നൽകുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഇതിൽ ഒരു ഇന്ത്യൻ മോഡൽ വലിയൊരു വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ നേരിട്ട് എസ്കോർട്ട് നൽകി തങ്ങളുടെ കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പ്രശംസിക്കുക ഉണ്ടായി. നിലവിൽ LNG ടാങ്കറുകളും ഓയിൽ കാരിയറുകളും ഉൾപ്പെടെ 20ഓളം തന്ത്രപ്രധാനമായ ഇന്ത്യൻ അസറ്റുകൾ ഈ മേഖലയിൽ സജീവമായ നാവിക സംരക്ഷണത്തിലാണ്. ഇന്ന് യുദ്ധം നടക്കുന്നത് ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഒരു അസിമെട്രിക് വാർഫെയർ. ഇറാന്റെ ഷഹീദ് ഡ്രോണുകളെ നേരിടുവാൻ അമേരിക്കയുടെ ആധുനിക ബേസുകൾ പോലും കഷ്ടപ്പെടുകയാണ്. ഇതിനെ പ്രതിരോധിക്കുവാൻ അമേരിക്ക ലുക്കാസ്റ്റ ഡ്രോണുകളും ഇസ്രായേൽ അയൺ ബീം എന്ന ലേസർ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയുടെ ഉൽപാദന വേഗത, നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ് കുറവായത് വലിയൊരു വെല്ലുവിളിയാണ്. ഇറാനും ഹിസ്ബുള്ളയും ഒരേ സമയം തൊടുത്തുവിടുന്ന ആയിരക്കണക്കിന് ഡ്രോണുകളെ നേരിടുവാൻ ആവശ്യമായ എണ്ണം പ്രതിരോധ യന്ത്രങ്ങൾ നിലവിൽ ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സുരക്ഷാ വീഴ്ചകൾ മിഡിൽ ഈസ്റ്റിലെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 33% ഇടിവ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ യുദ്ധം ഇപ്പോൾ ബാങ്കിംഗ് മേഖലയിലേക്കും പടർന്നിരിക്കുകയാണ്. ഇറാന്റെ സെബ ബാങ്കിംഗ് നേരെ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായി അമേരിക്കൻ ബാങ്കായ സിറ്റി ബാങ്കിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് വലിയൊരു മുന്നറിയിപ്പാണ്. ഇറാനെ കൃത്യമായി തടയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മേഖലയിലെ രാജ്യങ്ങളുടെ, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെ അപകടത്തിലാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ എന്നത് ഇനിയൊരു സ്വാഭാവിക ഉറപ്പല്ല, മറിച്ച് ഓരോ രാജ്യവും കഠിനമായി നേടിയെടുക്കേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ്. ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും സംരക്ഷിക്കുവാൻ കനത്ത സ്ട്രാറ്റജിക് ആസൂത്രണം, ഒരു നല്ലൊരു പ്ലാനിംഗ് ആവശ്യമായ ഒരു ഘട്ടത്തിലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, ആൻഡ് താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.